ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു അവൻ വെട്ടിപ്പിടിച്ചവനല്ല, അവൻ സകലതും വിട്ടുകൊടുത്തവനാണ്. വിട്ടുകൊടുത്തവൻ അവനും അവന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടുന്നത് ലോകം കാണും. അങ്ങനെ വിട്ടുകൊടുത്തവനാണ് യോനാഥാൻ. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ നടക്കുന്ന സമയത്ത് ശൗലിന്റെ മകനായ യോനാഥാൻ ശൗലിന്റെ ആക്രമണങ്ങളെയും ശൗലിന്റെ മുഴുവൻ പദ്ധതികളെയും ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രവചന ശബ്ദമായി, ഒരു തണുപ്പായി കൂടെ നിന്നവനാണ് യോനാഥാൻ. നമുക്കറിയാം, യോനാഥാനാണ് ശൗൽ കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ രാജാവായി കയറി വരേണ്ടവൻ. കാരണം ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത് ദൈവം ദാവീദിനെ എഴുന്നേൽപ്പിച്ചു എന്ന സത്യത്തെ ശക്തമായ നിലയിൽ അറിയാവുന്നവനായിരുന്നു യോനാഥാൻ. ദാവീദിനെ ശൗൽ കൊന്നാൽ അതിന്റെ ബെനിഫിറ്റ് ശൗലിന്റെ മകനായ യോനാഥാനാണ്. പക്ഷെ യോനാഥാൻ ദാവീദിനോട് പറയുന്നു, എനിക്ക് ഒന്നാമനാകണ്ട, എനിക്ക് രണ്ടാമനായാ മതി. രണ്ടാമനായി നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത യോനാഥാൻ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു. യോനാഥാന്റെ പിതാവായ ശൗലും മരണപ്പെട്ടു. ശൗലിന്റെ കുടുംബം ഉന്മൂലനാശം സംഭവിച്ചു. എന്നാൽ ഒരു ദിവസം ദാവീദിന്റെ അകത്ത് ദൈവികമായി തോന്നുകയാണ്, എനിക്ക് ശൗലിന്റെ കുടുംബത്തോട് ദൈവത്തിന്റെ ദയ കാണിക്കണം. ദാവീദിന്റെ ഭൃത്യനായിരിക്കുന്ന സീബ എന്ന പേരുള്ള മനുഷ്യൻ ദാവീദ് രാജാവിനോട് പറയുന്നു, യജമാനനെ, ഇനി ശൗലിന്റെ കുടുംബത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് യോനാഥാന്റെ മകനാണ്. അവന്റെ പേർ മെഹീബോശത്ത് എന്നാണ്. അവൻ രണ്ടു കാലും മുടന്തുള്ളവനാണ്. ദാവീദ് പറയുന്നു, മെഹീബോശത്തിനെ കൊട്ടാരത്തിൽ കൊണ്ടുവരണം. സീബായോട് പറയുന്നു, നിന്റെ പുത്രന്മാരും നിന്റെ വേലക്കാരും ഇനി മെഹീബോശത്തിന് വേണ്ടി ജോലി ചെയ്യണം. ആ ചരിത്രം അവസാനിക്കുന്നത് യോനാഥാന്റെ മകനായ മെഹീബോശത്ത് രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്നതുപോലെ ദാവീദിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നു എന്നാണ്. നിങ്ങൾക്കറിയാമോ, കാലങ്ങൾ പലതും പിന്നിട്ടു. ശൗലിന്റെ കുടുംബം നാമാവിശേഷമായി തകർന്ന് തരിപ്പണമായി. പക്ഷേ യോനാഥാന്റെ തലമുറയെ ദൈവം മറന്നില്ല. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നീ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ടുണ്ടോ? നീ ദൈവിക അധികാരങ്ങൾക്ക് വിധേയപ്പെട്ടിരുന്നിട്ടുണ്ടോ? ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും ഒരു വ്യക്തികൾക്കും നിന്നെ തടയുവാൻ കഴിയില്ല എന്നത് മാത്രമല്ല, നിന്റെ ഭാവി നിർണയിക്കുന്നത്, നിന്റെ ഫ്യൂച്ചർ നിർണയിക്കുന്നത് നീ ആരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തോ അവനത്രേ നിന്നെ ഉയർത്തുന്നത്.